നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹർഷമായിട്ടുള്ള സ്വാഗതം. നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിനെ കുറിച്ചാണ്. ഇതെന്താണ്, ഇതിലെ കുറച്ച് സ്പെഷ്യൽ റൂൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2024 ആദ്യത്തെ ISPL എഡിഷൻ തുടങ്ങുന്നത്. പാടങ്ങളിലൊക്കെ കണ്ടുവരുന്ന അതേ കളി രീതിയാണ് ISPLലും നടക്കുന്നത്. ഇത് ഹാർഡ് ടെന്നീസ് ബോളിലാണ് കളിക്കുന്നത്. നമുക്കറിയാം, സ്റ്റിച്ച് ബോളിൽ കളിക്കുമ്പോൾ കൂടുതൽ സേഫ്റ്റി എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ISPL വരുമ്പോഴത്തേക്ക് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒരുപാട് കുറവാണ്. കളിയെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. ISPL എന്ന് പറയുന്നത് T10 ഫോർമാറ്റ് ആണ്. 10 ഓവർ കളിയാണ്. മറ്റു ഫോർമാറ്റിൽ കാണുന്ന പോലെ തന്നെ സ്റ്റാർട്ടിംഗ് 11 പ്ലെയർ തന്നെയാണ് കളിക്കുന്നത്. ഇമ്പാക്ട് പ്ലെയേഴ്സ് കാണത്തില്ല IPL ഉള്ളതുപോലെ. ISPL വ്യത്യസ്തമാക്കുന്നത് മറ്റ് ഫോർമാറ്റ് ക്രിക്കറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ISPL റൂള് കുറച്ച് ഡിഫറെന്റ് ആണ്. കുറച്ച് സ്പെഷ്യൽ റൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ റൂളാണ് ടിപ്റ്റോ ടോസ്. ടിപ്റ്റോ ടോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഗ്രൗണ്ടിൽ ഒരു ലൈൻ വരയ്ക്കും. ഈ ലൈനിന് മുകളിലൂടെ രണ്ട് ടീമിന്റെയും ക്യാപ്റ്റൻ നടന്ന് വരും. ആരുടെ കാലാണോ മറ്റേ ആ കാലിന്റെ മേളിൽ വരുന്നത്, ആ മുകളിൽ വരുന്ന ആള് ടോസ് ജയിക്കും. രണ്ടാമത്തെ നിയമമാണ് 3 ഓവർ പവർ പ്ലേ ആണ് വരുന്നത്. T20 ഫോർമാറ്റിലാണെങ്കിൽ 6 ഓവറാണ് പവർ പ്ലേ വരുന്നത്. എന്നാൽ T10ലേക്ക് വരുമ്പോഴത്തേക്ക് 3 ഓവറാണ് പവർ പ്ലേ വരുന്നത്. ഇതിൽ 2 ഓവർ മാൻഡേറ്ററി പവർ പ്ലേ ആണ്. അതായത് ആദ്യത്തെ 1-2 ഓവർ മാൻഡേറ്ററി പവർ പ്ലേയും പിന്നത്തെ ഒരു ഓവർ ബാറ്റിംഗ് പവർ പ്ലേയുമാണ്. അപ്പോൾ ഇത് ബാറ്റിംഗ് ടീമിന് തിരഞ്ഞെടുക്കാം. 3-10 ഓവറിൽ എപ്പോഴാണ് ഞാൻ ഈ പവർ പ്ലേ എടുക്കേണ്ടത് ബാറ്റിംഗ് ടീമിനെ തിരഞ്ഞെടുക്കാം. മാൻഡേറ്ററി പവർ പ്ലേയിൽ 2 ഫീൽഡറാണ് ഔട്ട്സൈഡ് ദ സർക്കിൾ വരുന്നത്. എന്നാൽ ബാറ്റിംഗ് പവർ പ്ലേയിൽ 3 ഫീൽഡറാണ് ഔട്ട്സൈഡ് ദ സർക്കിൾ വരുന്നത്. അടുത്ത റൂളാണ് 9 സ്ട്രെയിറ്റ് റൺസ്. T20 ഫോർമാറ്റിലാണെങ്കിൽ എവിടെ 6 അടിച്ചാലും 6 റണ്ണ് മാത്രമേ ഉള്ളൂ. ISPL ഫോർമാറ്റിലേക്ക് വരുവാണെങ്കിൽ ബാറ്റ്സ്മാൻ ക്രൗഡിലേക്ക് 6 അടിക്കുവാണെങ്കിൽ അതിന് 9 സ്ട്രീറ്റ് റൺസ് എന്നാണ് പറയുന്നത്. അതായത് 9 റണ്ണാണ് കിട്ടുന്നത്. അതല്ല, ബൗണ്ടറിക്ക് തൊട്ട് വെളിയിലാണ് ബോൾ പോകുന്നതെങ്കിൽ 6 റണ്ണ് മാത്രമേ കിട്ടത്തുള്ളൂ. അടുത്ത റൂളാണ് 50-50 ഓവർ. 6, 7, 8 ഓവറിലാണ് എടുക്കേണ്ടത്. ഇതിൽ ഏത് ഓവറിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. എന്നാൽ ഇത് ബാറ്റിംഗ് പവർ പ്ലേ ആകാനായിട്ട് പാടില്ല. ഇപ്പോൾ നിങ്ങൾ 6ാമത്തെ ഓവറാണ് ബാറ്റിംഗ് പവർ പ്ലേ എടുക്കുന്നതെങ്കിൽ 7ഉം 8ഉം ഇതിൽ ഏതെങ്കിലും ആയിരിക്കും 50-50 ഓവർ. അതല്ല, നിങ്ങൾ 7ാമത്തെയാണ് ബാറ്റിംഗ് പവർ പ്ലേ എടുക്കുന്നതെങ്കിൽ 6ഓ 8ഓ ആയിരിക്കും നിങ്ങളുടെ 50-50 ഓവർ. എന്താണ് 50-50 ഓവർ? ഒരു ടീം 8ാമത്തെ ഓവറിൽ 20 റണ്ണ് എടുത്തു എന്ന് വിചാരിക്കുക. 20ന്റെ പകുതി എത്രയാണ്? 10. ആ 10 അവരുടെ ടോട്ടൽ സ്കോറിന്റെ കൂടെ ആഡ് ചെയ്യും. ഇനി 16 റൺസിന് താഴെ എടുത്തു എന്ന് വിചാരിക്കുക. ഒരു ടീം 14 റണ്ണ് മാത്രമേ എടുത്തുള്ളൂ എങ്കിൽ പകുതി റൺസ് അവരുടെ ടോട്ടൽ സ്കോറിൽ നിന്ന് കുറയ്ക്കുന്നതാണ്. 14 - 7 റണ്ണ് മാത്രമേ കിട്ടത്തുള്ളൂ. 20 റൺ എടുക്കുന്ന ടീമിന് 30 റണ്ണായിരിക്കും കിട്ടുന്നത്. അടുത്താണ് ടേപ്പ് ബോൾ റൂള്. ISPL നമുക്ക് 2 ഓവർ ടേപ്പ് ബോൾ യൂസ് ചെയ്യാം. ടേപ്പ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബോളിന്റെ പകുതി മൊത്തം ടേപ്പ് ഒട്ടിച്ചിരിക്കും. അതാണ് ടേപ്പ് ബോൾ. 2 ഓവർ മാത്രമേ ISPL ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്? ഭയങ്കര സ്വിംഗ് ആയിരിക്കും ഇതിലൂടെ കിട്ടുന്നത്. ടെന്നീസ് ബോൾ ഒരിക്കലും സ്വിംഗ് ചെയ്യിക്കാനും പറ്റത്തില്ല. അപ്പം സ്വിംഗ് ചെയ്യിക്കണം എന്നൊരു കോൺസെപ്റ്റോടുകൂടിയാണ് ഇത് 2 ഓവർ മാത്രം ടേപ്പ് ബോൾ ഒട്ടിച്ച് കളിക്കുന്നത്. കൂടുതലും കണ്ടുവരുന്നത് മാൻഡേറ്ററി പവർ പ്ലേയിലാണ്. ആദ്യത്തെ 2 ഓവറിലാണ് ടേപ്പ് ബോൾ യൂസ് ചെയ്യുന്നത്. 50-50 ഓവറിൽ ഒരു റൂളുണ്ട്. എറിയാൻ വരുന്ന ബോളർ 19 വയസ്സിൽ താഴെ വരാനും പാടില്ല. ഇത്തരമുള്ള വീഡിയോയെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുക. മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തിന് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.